ഏവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ മാജിക്കൽ പ്രാക്ടീസിന്റെ ഡേ 11 ഉള്ളത് അല്ലേ? ഡേ 11 ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവരും ഉറപ്പുവരുത്തുക ഡേ 1 മുതൽക്ക് ഡേ 10 വരെയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത്. ഓക്കെ, കമന്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റുകൾ ടൈപ്പ് ചെയ്യുക ഡേ 1 to 10 ഡൺ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഓൾറെഡി ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടി അറിയിക്കുക. തീർച്ചയായും അത് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടും. അവരത് മോട്ടിവേറ്റഡ് ആയി അവർക്കത് ഇൻസ്പിറേഷൻ ആയാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡേ 11 പ്രാക്ടീസ് എന്ന് പറയുന്നത് മാജിക്കൽ മോർണിംഗ് ആണ്. മാജിക്കൽ മോർണിംഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ദിവസത്തിന്റെ തുടക്കം രാവിലെ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? നമ്മൾ രാവിലെ തന്നെ മൂഡ് ഓഫ് ആയിക്കൊണ്ടാണ് എഴുന്നേക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോയി കിട്ടും അല്ലേ? അതേസമയം നമ്മള് തലേ ദിവസം കിടക്കുമ്പോൾ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറഞ്ഞ് നമ്മൾ നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ നമ്മൾ കിടന്നുറങ്ങി രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴും വളരെ പോസിറ്റീവായിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ബെഡിൽ ഇരുന്നും കൊണ്ട് നമ്മൾ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്, അനദർ ഡേ നമുക്ക് തന്നതിന്, ഇന്ന് രാവിലെ എനിക്ക് പ്രഭാതം കാണാൻ ഭാഗ്യം തന്നതിന് നന്ദി. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയല്ലോ. കിട 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 രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ഉറക്കം എഴുന്നേൽക്കാത്ത എത്രയോ പേരുണ്ടല്ലേ? നമ്മുടെ ബെഡിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന എത്രയോ പേരുണ്ട്. നമ്മൾ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക. നമ്മൾക്ക് നല്ലൊരു പ്രഭാതം തന്നതിന് നമ്മൾ നന്ദി പറയുക. അവിടുന്ന് തന്നെ തുടങ്ങിക്കോട്ടെ. നമ്മുടെ രാവിലെ എഴുന്നേൽക്കുന്ന സമയം തൊട്ട് തന്നെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഗിവിംഗ് അനദർ ഡേ, അനദർ വണ്ടർഫുൾ ഡേ. ആ ഡേയിൽ നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് വരാൻ പോകുന്നത് അതിനെല്ലാം നമ്മൾ അഡ്വാൻസ് ആയിട്ട് നന്ദി പറയുക. നമുക്ക് നല്ലൊരു കോഫി അല്ലെങ്കിൽ ചായ കൊണ്ട് തന്നു, അതിന് നന്ദി പറയുക. അത് കൊണ്ടുവന്ന ആളിന് നന്ദി പറയുക. അല്ലെങ്കിൽ നമ്മൾക്ക് പോയി ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്നു, അതിന് നന്ദി പറയുക. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായിക്കോട്ടെ, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കുക ബെഡിൽ നിന്നും. അതിന് നമ്മൾ നന്ദി പറയുക. നന്ദി പറയുന്നിടത്താണ് കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളെ തേടി വരുന്നത്. പകരം നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ പണ്ടത്തെ നമ്മുടെ എന്താ പറയാ മുത്തശ്ശനും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോവാണെങ്കിൽ നമ്മൾ എന്തോ പറയും, അങ്ങോട്ട് ഇറങ്ങുമ്പം വഴിയെ ആരെങ്കിലും ഒക്കെ വരുന്ന കാണുമ്പോൾ പറയും, ഇന്ന് ഇവനെയാണ് കണ്ടത്, അല്ലെങ്കിൽ ഇന്ന് ഇവളെയാണ് കണ്ടത്, ഇന്നത്തെ കാര്യം പോക്കാണ്. അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? പാടില്ല, അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. നമ്മുടെ ഇന്നത്തെ ദിവസം നിശ്ചയിക്കുന്നത് നമ്മളാണ്, അത് വേറെ ആരുമല്ല. ഇന്നത്തെ ദിവസത്തിലെ എന്തെങ്കിലും പാകപ്പിഴകളോ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളോ നമുക്ക് ഉണ്ടായെങ്കിൽ അത് 100% നമ്മുടെ കുഴപ്പമാണ്. അത് വേറെ ആരുടെയും കുഴപ്പമല്ല. നമ്മൾ വേറെ ആരിലും പരാതി പറയാൻ പാടില്ല. നമ്മൾ ആ ദിവസത്തിൽ നടക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് ഓർക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ആ ദിവസം മുഴുവനും എനർജറ്റിക് ആയിരിക്കുക, ആ ദിവസം മുഴുവനും ഹാപ്പി ആയിട്ടിരിക്കുക. അതിന് നമ്മൾ നന്ദി പറയുക. നമ്മൾ തന്നെ ഇപ്പൊ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഈ ഇപ്പം ഡേ 10 വരെയും ഞാൻ പ്രാക്ടീസുകൾ പറഞ്ഞു അല്ലേ? ഈ ഓരോ പ്രാക്ടീസും ചെയ്യുന്നവന്റെ ജീവിതത്തിൽ അവിടെ നെഗറ്റിവിറ്റിക്ക് സ്ഥാനമുണ്ടോ? അവിടെ അവൻ ഹാപ്പി അല്ലാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ കാണുന്നുണ്ടോ? ഓഫീസിൽ പോയാൽ അവൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, അവന്റെ മനസ്സിൽ ഹാപ്പിനെസ്സേ ഉള്ളൂ. അവൻ റോഡിൽ കൂടി നടക്കുന്നു, അവനെ ചുറ്റും കാണുന്നവരോട് അവൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. അവൻ ഒരുപാട് ബിസി ആയിക്കോട്ടെ, ആ നിമിഷത്തിലും അവൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ശീലമാക്കുന്നു. അവൻ ഫുഡ് കഴിക്കാൻ എടുക്കുമ്പോഴും അവൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. അവൻ നടക്കുമ്പോഴും അവൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. അവൻ യൂസ് ചെയ്യുന്ന ഓരോ സാധനങ്ങൾക്കും അവൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്. നിങ്ങൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു, ആ ബെഡിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കിടക്കാനും ബെഡ് തന്നതിന് നിങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങൾക്ക് നല്ല ബെഡ്ഷീറ്റ് തന്നതിന് നന്ദി പറയാം. നിങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് നന്ദി പറയാം. ഉറക്കം കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ടല്ലേ? നിങ്ങൾക്ക് ഉണരാൻ പറ്റിയതിന് നമ്മൾക്ക് നന്ദി പറയാം.
ഇനി നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോവാണ്. നമുക്ക് അത്രയും സൗകര്യത്തോടു കൂടിയുള്ള ഒരു വാഷ്റൂം തന്നതിന് നമുക്ക് നന്ദി പറയാം. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും, ഈവൻ ബ്രഷ് അടക്കം നമുക്ക് നന്ദി പറയാം. നന്ദി പറയാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തില്. നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കി നോക്കിക്കേ, നമുക്ക് അവിടെ വേറെ ഒന്നിനും സ്ഥാനമുണ്ടാവില്ല. നമ്മളെ തോൽപ്പിക്കാനായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് നമ്മളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും കുറ്റം പറയാനോ ഒന്നും ഉള്ള ഒരു മൈൻഡ് നമുക്ക് തോന്നത്തില്ല. നിങ്ങളത് ശരിക്കും ശീലമാക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അതുവഴി നിങ്ങൾക്കുണ്ടാകുന്ന അനവധി അനവധി നേട്ടങ്ങള് ഇതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഇന്നത്തെ മാജിക്കൽ പ്രാക്ടീസ് ഡേ 11 നമ്മൾ എപ്പോഴും നന്ദി പറയുക. നമ്മൾക്ക് അന്നത്തെ ദിവസത്തില് എന്തൊക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ എണ്ണി എണ്ണി നമ്മൾ നന്ദി പറയുക. പ്രഭാതത്തില് നമുക്ക് എന്തൊക്കെ ദിനചര്യകള് നമുക്ക് ചെയ്യാൻ പറ്റുന്നോ അതിനൊക്കെ നമ്മൾ നന്ദി പറയുക. നമുക്ക് അതിനൊക്കെയുള്ള ആരോഗ്യം തന്നില്ലേ, നമുക്കതിന് നന്ദി പറയണ്ടേ? അതിന് നന്ദി പറയുക. എത്രത്തോളം നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയുവോ അത്രത്തോളം നമുക്ക് നന്ദി പറയാനുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതൊരു ഫാക്റ്റാണ്. അത് അനവധി ആളുകൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവരുടെ അനുഭവങ്ങൾ അവര് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്നു മുതൽക്ക് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക. രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽക്ക് ആ ഒരു ദിവസം തന്നതിന് നല്ല എനർജറ്റിക് ആയിട്ട്, നല്ല ഹാപ്പിയോട്, നല്ല പോസിറ്റിവിറ്റിയോട് കൂടി നമ്മൾ എഴുന്നേൽക്കുക. എഴുന്നേൽക്കുമ്പോൾ തന്നെ ചടഞ്ഞു കുത്തി ഇന്ന് എനിക്ക് ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ ഇന്ന് എനിക്കൊരു 100 കൂട്ടം പണികൾ കിടക്കുന്നേ, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഓഫാണ്, അപ്പൊ ഇന്ന് എനിക്ക് എന്തൊക്കെ ജോലികൾ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ പരാതിയും പരിഭവവും ഒക്കെ ആയിട്ട് നമ്മൾ എഴുന്നേൽക്കല്ലേ. നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് നമ്മളൊന്ന് എഴുന്നേറ്റ് നോക്കിയേ. ഒരു ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ആ ദിവസം മൊത്തവും നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ആ ദിവസം മൊത്തവും നിങ്ങൾ എനർജറ്റിക് ആയിരിക്കും. എന്ത് നല്ല സന്തോഷമായിരിക്കും മനസ്സിൽ. ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. നാളത്തെ ഒരു ദിവസം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ. എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇട്ടേ. പറഞ്ഞ ശരിയാണ്, ഞങ്ങൾ ചെയ്തു, ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടായി. എനിക്ക് എന്ത് സന്തോഷമായിരിക്കും അത് കാണുമ്പോ. നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടി എന്ന് ഒരാളിനെങ്കിലും കിട്ടി എന്ന് അറിയുമ്പോൾ എനിക്കുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായും ഇന്നു മുതൽക്ക് തന്നെ നിങ്ങൾ ശീലമാക്കുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ നന്ദി പറയുക. യൂണിവേഴ്സിനോട് നിങ്ങൾ നന്ദി പറയുക. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, അതുപോലെ തന്നെ ലൈഫ് കോച്ചാണ്. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനോ എന്തിനെങ്കിലും കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കൂടി ചോദിക്കുക. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടി വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എൻ്റെ ക്ലാസ്സുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ഡേ 1 മുതൽക്കും 11 വരെയും പ്രാക്ടീസ് ചെയ്യുക. കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ. ബൈ.